രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ധർമ്മപദം, ധർമ്മപദത്തിൻ്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ഇത് കൂടാതെ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് അത് കാണാം. ജ്യോതിഷ ഫലങ്ങളുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് കാണാം. എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 96453339 എന്നതാണ് എൻ്റെ നമ്പർ. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കാണണം. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. നിശ്ചയമായും പെൺമക്കളുള്ള അച്ഛനും അമ്മയും എല്ലാം കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. അപ്പോൾ കൂടാതെ ഹിന്ദുക്കൾ അറിയേണ്ടവ, ഭക്തമീരയുടെ കഥ, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ അതിനകത്തുനിന്ന് കാണുമല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേഹും. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ.
ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ രോഗങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് ഈ ധർമ്മപദം 18ാമത്തെ എപ്പിസോഡ് പൂർത്തിയാക്കാൻ ആയുസ്സും അനുഗ്രഹവും നൽകിയ എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ ധർമ്മപദം, അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും നിങ്ങളത് കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഏതിലേക്ക് കടക്കാം? ധർമ്മപദത്തിലേക്ക് കടക്കാം. ശ്രീബുദ്ധൻ്റെ ധർമ്മപദം. ഇത് നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ബുദ്ധൻ എഴുതിയ വരികളാണ്. എൻ്റെ പ്രേക്ഷകർ സകലരും കരുതുക, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ബുദ്ധൻ പറഞ്ഞ വരികളാണിത്. ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ സന്തതികൾ, എൻ്റെ സമ്പത്തെന്നോർത്ത് മൂഢന്മാർ സ്വയം കുഴപ്പത്തിൽ ചാടുന്നു. എന്നാൽ സന്തതികളും സമ്പത്തും അയാൾക്ക് എങ്ങനെ സ്വന്തമാകും? അയാൾക്ക് പോലും സ്വന്തമല്ലല്ലോ. ഒന്നും കൂടെ, എൻ്റെ സന്തതികൾ, എൻ്റെ സമ്പത്ത് എന്നോർത്ത് മൂഢന്മാർ സ്വയം കുഴപ്പത്തിൽ ചാടുന്നു. എന്നാൽ സന്തതികളും സമ്പത്തും അയാൾക്ക് എങ്ങനെ സ്വന്തമാകും? അയാൾ പോലും സ്വന്തമല്ലല്ലോ. ഇംഗ്ലീഷിൽ മൈ ചിൽഡ്രൻ, മൈ വെൽ, so the fool troubles himself, but how has he children? Oh well. No, ഭയങ്കരമായ ഒരു പറച്ചിലാണത്. He is not even his own master. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മൂഢന്മാരെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ബുദ്ധൻ പറയുന്നത്. നിങ്ങൾ മൂഢന്മാരെന്ന് വിളിക്കുന്നത് പഠിത്തത്തിൽ അല്പം പിന്നോക്കം നിൽക്കുന്നവനെയാണ്, പരീക്ഷയ്ക്ക് 2 വട്ടം തോക്കുന്നവനെയാണ് നിങ്ങൾ മൂഢനെന്ന് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് തോറ്റുപോകുന്നവനെ മൂഢനെന്ന് വിളിക്കുന്ന നിങ്ങൾ അതിനേക്കാൾ വലിയ മൂഢനാണ്. ആരാണ് യഥാർത്ഥ മൂഢന്മാര്? അവരെ തിരിച്ചറിയുന്നത് എങ്ങനെ? എൻ്റെ, എൻ്റേത് എന്നീ വാക്കുകൾ, മൈൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം നമുക്ക്. എൻ്റെ, എൻ്റേത് എന്ന വാക്കുകൾ ആരൊക്കെയാണോ ഉരുവിടുന്നത് അവന് ഒരു കാലത്തും മോക്ഷം കിട്ടുകയില്ല. ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് വാട്ടം കറങ്ങി ഗർഭപാത്രങ്ങളിൽ നിന്ന് ഗർഭപാത്രങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് ബുദ്ധൻ തീർത്തു പറയുകയാണ്. ഈ പ്രേക്ഷകർ ഇത് കേൾക്കണം. പറയുന്നത് ഞാനല്ല, കൃഷ്ണന്റെ അവതാരമായ സാക്ഷാൽ ശ്രീബുദ്ധനാണ്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? ബുദ്ധൻ പറയുകയാണ്, മൂഢന്മാർ പറയും എൻ്റെ രാജ്യം, മനസ്സിലായില്ലേ? ഇപ്പൊ എൻ്റെ രാജ്യം ഇന്ത്യ, എൻ്റെ രാജ്യം അമേരിക്ക. ബുദ്ധൻ പറയുന്ന മൂഢനാണെന്നാണ്. മൂഢന്മാർ പറയും എൻ്റെ രാജ്യം, എൻ്റെ മതം, അല്ലേ? ഞാൻ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി, എൻ്റെ കുടുംബം, എൻ്റെ ധനം, എൻ്റെ കുട്ടികൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. മൂഢൻ എപ്പോഴും എൻ്റേത് ഇതിന് ചുറ്റുമായി ജീവിക്കുന്നു. ഒടുവിൽ അവൻ ഒന്നിൻ്റേതുമല്ലാതായി എരിഞ്ഞൊടുങ്ങുന്നു. അവൻ ഭസ്മമായി മാറുന്നു. അവൻ എൻ്റേതെന്ന് പറയുന്നതൊന്നും അവന് തിരിച്ചു കിട്ടുന്നില്ല. അവനോടൊപ്പം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നില്ല. ബുദ്ധൻ പറയുന്നു, മൂഢ, നീ വന്നത് തനിച്ചാണ്, തിരിച്ചു പോകുന്നതും തനിച്ചാണ്. ഇടയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് രാജ്യവും ധനവും മതവും മക്കളും എല്ലാം നിനക്കിടയ്ക്ക് വെച്ച് കിട്ടുന്ന ഒരു പ്രതിഭാസമാണ്. നോക്കൂ, വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനും ഒന്നും കൊണ്ടുവരുന്നില്ല, തിരിച്ചൊന്നും കൊണ്ടുപോകുന്നതുമില്ല. ആലോചിച്ചു നോക്കെ, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ശൂന്യമായ കൈകളുമാണ് ജനിച്ചു വീഴുന്നത്.
അവൻ തിരിച്ചു പോകുമ്പോഴും ഒരു വക പോലും കൊണ്ടുപോകുന്നില്ല. അതാണ് അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ തൻ്റെ കൈയെടുത്ത് പുറത്തേക്കിടുക. തുറന്നു വെച്ചേരെ എന്ന് ചോദിച്ചപ്പോൾ, എന്തിനാണ് ഈ വിചിത്രമായ ആചാരം എന്ന് ചോദിച്ചപ്പോൾ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം വെട്ടിപ്പിടിച്ച ഞാൻ പോലും ശൂന്യമായ കൈകളുമായാണ് പോകുന്നത്. അപ്പോൾ മൂഢ, എൻ്റെ പകുതിയുടെ പകുതി സമ്പത്തില്ലാത്ത നീയൊക്കെയോ എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ ബുദ്ധൻ പറയുന്നു, നീ വന്നത് ശൂന്യമായ കൈകൾ, തിരിച്ചു പോകുന്നതും ശൂന്യമായ കൈകളുമായിട്ടാണ്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വസ്തുവിന് നിങ്ങൾക്ക് എൻ്റേതെന്ന് പറയാൻ കാരണം, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോഴും ആ വസ്തു കാണും. അതിനെയാണ് നമ്മൾ എൻ്റേതെന്ന് പറയുന്നത്. അത് നിങ്ങളുടേതാണ്. പക്ഷേ നിങ്ങൾ വന്നത് വെറും കൈയോടെയാണ്. നിങ്ങൾ വന്നിട്ടോ 10-20 വർഷവും വെറും കൈയോടാണ് ഇവിടെ കഴിയുന്നത്. അതുവരെ രക്ഷിതാക്കൾ എന്ന ഓമന പേരിട്ടവരാണ് എന്തെങ്കിലും തിന്നാനുള്ള വക പോലും തരുന്നത്. 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഒപ്പിക്കുന്നു, മക്കളെ ഒപ്പിക്കുന്നു. വെറും കൈയോടെ വന്ന് 10-25 വർഷങ്ങൾക്ക് ശേഷം നേടി ഇനി ഒരു 10-25 വർഷങ്ങൾ കഴിയുമ്പോൾ കളയുകയും വേണം. ആലോചിച്ച് നോക്കണേ, ജനിച്ചു വീണപ്പം ഒന്നുമില്ല, ശൂന്യമായ കൈ. ഇവിടെ വന്നതോ 10-20 വർഷവും ശൂന്യമാണ്. അച്ഛനും അമ്മയും ജോലി ചെയ്ത് വരികയാണ്, തിന്നാൻ പോലും. ആ 10-25 വർഷം കഴിയും. 25 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ജോലിയോ അല്ലെങ്കിൽ ഭാര്യയാകുന്നു, മക്കളാകുന്നു, എല്ലാം ആകുന്നു. ആ ഭാര്യയും മക്കളും നിങ്ങളുടെ ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സിൽ കിട്ടുന്നു. പിന്നെ ഒരു 30 വർഷം കഴിയുമ്പോഴോ അതും ഇട്ടിട്ട് പോകണം. ഈ സാധനത്തെ എൻ്റേതെന്ന് വിളിക്കുന്ന നിങ്ങൾ മൂഢന്മാരാണ്, നിങ്ങൾ ഉറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, തിരിച്ചു വരുമ്പോൾ കൂടെ വരാത്തവരെങ്ങനെ നിങ്ങളുടേതാകും? നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരാത്തതെല്ലാം എങ്ങനെ നിങ്ങളുടേതാകും? നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ധനം കൂടെ വരുന്നില്ല, അപ്പം നിങ്ങളുടേതല്ല. നിങ്ങളുടെ കാറ് കൂടെ വരുന്നില്ല, അപ്പം അത് നിങ്ങളുടേതല്ല. നിങ്ങളുടെ വീട് കൂടെ വരുന്നില്ല, നിങ്ങളുടെ മക്കൾ കൂടെ വരുന്നില്ല, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വരുന്നില്ല, അമ്മ വരുന്നില്ല, അച്ഛൻ വരുന്നില്ല, ഒരൊറ്റ മനുഷ്യര് നിങ്ങളുടെ കൂടെ വരുന്നില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങളുടേതാകുന്നത്? അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, നിങ്ങൾ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും, ഇത് പ്രധാനമാണ് ബുദ്ധൻ പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുവോ അത് മുഴുവനും നിങ്ങൾ ഉപയോഗിക്കുക. ബുദ്ധിമാന്മാർ ഉപയോഗിക്കും. നിങ്ങൾ ധനത്തെ ഉപയോഗിച്ചു കൊള്ളുക. ഈ ലോകം ദൈവം നിങ്ങൾക്ക് തന്ന സമ്മാനമാണ്. ഈ ലോകത്തിലെ സന്തോഷങ്ങള്, സുഖങ്ങള്, ഭർത്താവ്, ഭാര്യ, മക്കള്, സകലരെയും നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളൂ? ഉപയോഗിച്ചുകൊള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ സ്വന്തമാക്കരുത്. ഇപ്പം ഞാൻ എന്താ, ഇപ്പം എൻ്റെ കയ്യിൽ ധനമുണ്ട്, ഞാനതിനെ ഉപയോഗിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മഷ്റൂം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ മിക്ക ദിവസവും വൈകുന്നേരം പോകും. ഒരു ദിവസം മഷ്റൂം മസാല, അടുത്ത ദിവസം മഷ്റൂം ടിക്ക, അടുത്ത ദിവസം മഷ്റൂം പെപ്പർ ഫ്രൈ. പിന്നെ എനിക്ക് എന്തൊക്കെയാണ് എനിക്കിഷ്ടം? ഫ്രൂട്ട്സ്, ബ്ലൂബെറി, എനിക്കിഷ്ടമുള്ളതെല്ലാം ആയിരിക്കും. പിസ്ത, വാൽനട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. എൻ്റെ ധനം ഞാൻ ഉപയോഗിക്കുമ്പോഴും എനിക്കറിയാം ഇതെൻ്റെ സ്വന്തമല്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അത് പൊയ്ക്കഴിയുമ്പോൾ ഈ ധനം ഇവിടെ കിടക്കും, ബാക്കിയുള്ളവരത് കൊണ്ടുപോയിക്കൊള്ളും. നിങ്ങളുടെ ഭാര്യ, മക്കള്, ബുദ്ധൻ വരുന്നത് എന്താ പറയുന്നത്? അവരെ ഉപയോഗിച്ചുകൊള്ളൂ. ഭാര്യ, നിങ്ങൾ കല്യാണം കഴിക്കുന്നു, അപ്പൊ നിങ്ങൾക്കാണ് നിങ്ങളുടെ ഏകാന്തത മാറ്റാൻ ഒരാള്, ആ അർത്ഥത്തിൽ ഉപയോഗിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് ആഹാരം വെച്ച് വരുന്നതിന് താണ്ട ഭാര്യ ഉപയോഗിച്ചുകൊള്ളൂ. ഭാര്യയ്ക്ക് പുറത്തു പോകാൻ ഒരു കൂട്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവൾക്ക് കൂടെ ഇരിക്കാൻ
അവക്ക് എന്ത് വന്നാലും അവക്ക് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കാൻ ഒരാള്, മക്കള്, നമ്മളെ വീണുപോയാൽ ആശുപത്രിയിലോട്ട് എടുത്തുകൊണ്ട് പോകാൻ മക്കള്, കൂട്ടിരിക്കാൻ മക്കള്, ഉപയോഗിച്ചുകൊള്ളൂ നിങ്ങൾ. അതിനപ്പുറം മാറി സ്വന്തമാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഒരുത്തനെ ജോലിക്ക് വിളിക്കുന്നു, അയ്യവൊക്കെ വൃത്തിയാക്കാൻ, അവനെ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഉപയോഗിച്ചിട്ട് ഒന്നും കൊടുക്കാതെ വിടുന്നില്ല, അത് പാപം. ശമ്പളം കൊടുക്കും. ഇതുപോലെ നിങ്ങൾ ഭാര്യയെയും മക്കളെയും എല്ലാം ഉപയോഗിക്കൂ, പകരം അവർക്ക് ശമ്പളമായിട്ട് കുറേ സ്നേഹവും കൊടുത്തോളൂ. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കൂ. അതിനപ്പുറം മാറി അവരെ നിങ്ങൾ സ്വന്തമാക്കരുത്. സ്വന്തമാക്കുന്നവൻ ആരാണ്? മൂഢനാണ്. അല്പം മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിക്കാൻ സുഹൃത്തുക്കളെ നിങ്ങൾ ആ നിലയിൽ ഉപയോഗിച്ചുകൊള്ളൂ, സ്വന്തമാക്കരുത് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. വളരെ ഭംഗിയായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നു, ആ പൂവിനെ നോക്കിക്കൊള്ളൂ, ആ പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊള്ളൂ. പക്ഷേ പൂവിനെയും സുഗന്ധത്തെയും സ്വന്തമാക്കരുത് എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ അടുത്ത് നിൽക്കുക, പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കുക. അതിനപ്പുറത്തേക്ക് മാറി ഈ പൂ എൻ്റേതാണെന്ന് കരുതുന്നതോടുകൂടി നിങ്ങളുടെ ദുരിതങ്ങൾ ആരംഭിക്കും. നാളത്തെ ദിവസം ഈ പൂ വാടിക്കൊഴിഞ്ഞു വീഴുമ്പോൾ ആ ചെടിയുടെ മുമ്പിലിരുന്ന് കരയുന്നവനെ മൂഢനെന്നാണ് വിളിക്കുന്നത്. അവൻ അതിനെ സ്വന്തമാക്കാൻ പോയി. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അതെന്തുവാ സാറേ? നമ്മൾ ഒരാൾ കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ ഉപയോഗിക്കുക, പകരം ഇച്ചിരി സ്നേഹവും ഇതും കൊടുക്കുക. ഭർത്താവിനെ ഉപയോഗിക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് പകരം സ്നേഹവും അവർക്ക് ആവശ്യമുള്ളതും കൊടുക്കുക. മക്കളെ ഉപയോഗിക്കുക, അതെന്തുവാ സാറേ? അത് മോശമല്ലേ? അത് മനുഷ്യരാണോ? അത് മോശമാണെങ്കിൽ ആ മോശത്തരം ചെയ്ത് ഇങ്ങനെ ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന ഒരാളുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പം നിങ്ങൾ പറയണം ശ്രീകൃഷ്ണൻ ചെയ്തതെല്ലാം മോശമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണൻ ചെയ്തതെല്ലാം മോശമാണെന്ന് പറയണം. ഈ കൃഷ്ണന്റെ അവതാരമാണ് ബുദ്ധൻ. ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. ശ്രീകൃഷ്ണൻ എന്തേ ചെയ്തിട്ടുള്ളൂ? ഒന്നിനെയും കൃഷ്ണൻ സ്വന്തമാക്കിയിട്ടില്ല. എന്നാലോ പ്രപഞ്ചത്തിലെ എല്ലാ സന്തോഷങ്ങളും അഴിച്ചു പൊളിച്ച് അനുഭവിച്ചു. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വന്നാൽ എങ്ങനെ ജീവിക്കണം എന്ന് ഇതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ നോക്കൂ, താൻ ഗോപികമാര്, രതിലീലയിൽ ഏർപ്പെട്ട ഗോപികമാര്, ആ രതിലീലയിൽ ഏർപ്പെട്ട ഗോപികമാരെയും കൃഷ്ണൻ സ്വന്തമാക്കിയില്ല. വൃന്ദാവനം വിട്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയില്ല. ശ്രദ്ധിച്ചു കേട്ടോണം. ഗോപികമാരുമായി രതിലീലകളാടി രതിയുടെ ഉന്നത ഭാവങ്ങളിൽ അവരെ എത്തിച്ചു. അവരെ സ്വന്തമാക്കിയിരുന്നു എങ്കിൽ കൃഷ്ണൻ വൃന്ദാവനം വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗോപികമാരെ തേടി ഓടി വരും. ഗോപികമാരുടെ വിവരങ്ങൾ അന്വേഷിക്കും. അതിൽ ഒരു ഗോപിക മരിച്ചു പോയാൽ ഇരുന്ന് കരയും. ഇത് വൃന്ദാവനം വിട്ട കൃഷ്ണൻ ഒരിക്കൽ പോലും തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ കൃഷ്ണൻ ഗോപികമാരെ സ്വന്തമാക്കിയിട്ടില്ല, വൃന്ദാവനം സ്വന്തമാക്കിയിട്ടില്ല, യശോദാമ്മയെ പോലും സ്വന്തമാക്കിയിട്ടില്ല. ആ വൃന്ദാവനത്തിലുള്ള നിമിഷം യശോദാമ്മയെ ആനന്ദിപ്പിച്ചു, നന്ദനെ ആനന്ദിപ്പിച്ചു. വൃന്ദാവനം വിട്ടതിന് ശേഷം യശോദാമ്മയെ തിരക്കി വന്നിട്ടുണ്ടോ? ഇല്ല. വല്ലപ്പോഴും യശോദാമ്മയാണ് തിരക്കി പോകുന്നത്, ഒരിക്കലൊന്ന് വരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ മധുരയിൽ പോയി. മധുര വിട്ടതിന് ശേഷം കൃഷ്ണൻ മധുരയെ സ്വന്തമാക്കിയിട്ടില്ല, ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. രാജാവാക്കാമെന്ന് പറഞ്ഞു, ആ കസേരയും സ്വന്തമാക്കിയില്ല. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. കൃഷ്ണൻ രുക്മിണിയെ സ്വന്തമാക്കിയിട്ടില്ല, സത്യഭാമയെ സ്വന്തമാക്കിയിട്ടില്ല, കൃഷ്ണന്റെ ഒരു മക്കളെയും കൃഷ്ണൻ സ്വന്തമാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കൃഷ്ണനോട് രുക്മിണി തന്നെ പറഞ്ഞിരുന്നു, അങ്ങയെ വിവാഹം കഴിച്ചതാണ് ഏറ്റവും വലിയ അബദ്ധം, ഞങ്ങൾ അങ്ങയുടെ കാമുകയായിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ വല്ലപ്പോഴും ഓർത്തേനെ. കൃഷ്ണൻ ഉപയോഗിക്കുകയായിരുന്നു, കൃഷ്ണന്റെ മക്കളെ കൃഷ്ണൻ ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ നീയും നിന്റെ കുലവും 12 കഴിയുമ്പോൾ മുടിഞ്ഞു പോകട്ടെ എന്ന് ഗാന്ധാരി ശപിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ? അതെ, എൻ്റെ സന്തതികളാണെങ്കിൽ അവന്മാർക്ക് അഹങ്കാരം കൂടുതലാണ്, അവന്മാര് പോകേണ്ടത് അത്യാവശ്യമാണ്.
എന്ന് പറഞ്ഞ ആ വരം ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചവനാണ് ശ്രീകൃഷ്ണൻ. എന്തിനധികം പറയുന്നു, തന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുകയും കൃഷ്ണന് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്ത രാധയെപ്പോലും കൃഷ്ണൻ സ്വന്തമാക്കിയിട്ടില്ല. ഒന്നിനെയും കൃഷ്ണൻ സ്വന്തമാക്കിയിട്ടില്ല. ആ അർത്ഥത്തിൽ കൃഷ്ണന്റെ ചെയ്തികളെ നമുക്ക് ന്യായീകരിക്കാം. അല്ലാതെ ആളുകൾ അങ്ങ് കൃഷ്ണനെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുകയാണ്. ഓ ഭഗവാൻ അങ്ങനെ വന്നേത്, ഇതെല്ലാം ഒന്നിൻ്റെ അംശം തന്നെയാണ്, അവരുടെ എല്ലാ അംശം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതേ ചിന്ത ശ്രീരാമന് വന്നില്ലല്ലോ. ഒന്നിൻ്റെ അംശമാണെന്നും പറഞ്ഞ് ശ്രീരാമനും കുറേ സ്ത്രീകളുമായിട്ട് വരാമായിരുന്നല്ലോ. കൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഭൂമിയിൽ വരിക, നീ എല്ലാം ഉപയോഗിക്കുക, പക്ഷേ സ്വന്തമാക്കരുത്. സ്വന്തമാക്കുന്നതോടുകൂടി അല്ലേ, നിങ്ങൾ ഭാര്യ ഇവരൊക്കെ സ്വന്തമാണെന്നറിഞ്ഞാൽ പിന്നെ ഭാര്യ കിടപ്പിലായാൽ, ഭർത്താവ് കിടപ്പിലായാൽ കരച്ചിലായി പിഴിച്ചിലായി, മക്കൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ കരച്ചിലായി പിഴിച്ചിലായി, ആ ഒട്ടലിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ഇത് തെറ്റാണെങ്കിൽ കൃഷ്ണൻ ചെയ്തതും തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. മനസ്സിലായല്ലോ? ബുദ്ധൻ പറഞ്ഞു ഉപയോഗിക്കുക, സ്വന്തമാക്കരുത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കും, അയ്യോ അതെന്തൊരു പണിയാണ്, അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെയുള്ള ഇതൊന്നും വേണ്ടേ, എന്താ ഗാഢമായ ബന്ധം അങ്ങനെയൊന്നും വേണ്ടേ? ആ ബന്ധവാടേ ശാപം, അത് വേണ്ടെന്നാ പറയുന്നത്. നിങ്ങളുടെ ജീവിതം ഭാര്യ ഭർത്താവ് എൻജോയ് ചെയ്യുക, സ്വന്തമാക്കരുത്. നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നു, ആ തിയേറ്റർ നിങ്ങളുടെ സ്വന്തമല്ല, ഒന്നുമല്ല. നിങ്ങൾ കൊടൈക്കനാലിൽ പോകുന്നു, സിംല കുളു മണാലി പോകുന്നു, ആസ്വദിക്ക്. പക്ഷെ അത് നിങ്ങളുടെ സ്വന്തമല്ല. സ്വന്തമാണെങ്കിൽ വന്നാൽ എനിക്ക് നാളെയും പോകണം സിംലയിൽ കുളുവിലും മണാലിയിൽ എന്ന് പറയും. ഇത് തെറ്റാണെങ്കിൽ കൃഷ്ണൻ ചെയ്തതും തെറ്റാണ്. പക്ഷേ കൃഷ്ണൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, ആരോടും ഒട്ടാതെ, ഒന്നിനോടും ഒട്ടാതെ അതിൽ നിന്ന് കിട്ടുന്ന ആഹ്ലാദം അനുഭവിക്കുന്നതിനെയാണ് ബുദ്ധൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ പിന്നെ സ്ത്രീകളെയൊക്കെ ഉപയോഗിച്ചിട്ട് കളയുക ആർദ്ധമല്ല, അങ്ങനൊന്നും വിചാരിച്ചു കളയരുത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപയോഗം എന്നതുകൊണ്ട് പിന്നെ ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ഒന്നിനോടും ഒട്ടരുത്, ആരോടും ഒട്ടരുത്. അതിൽ നിന്ന് കിട്ടുന്ന ആഹ്ലാദം നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, അത്രയേ ഉള്ളൂ. സിംല കുളു മണാലി പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്നൊരാഹ്ലാദം കിട്ടും, അത് അനുഭവിക്കുക. അതിനെയാണ് ഉപയോഗിക്കുക എന്ന വാക്ക് ബുദ്ധൻ പറഞ്ഞത്. അല്ലാതെ അതിനോടൊട്ടരുത്. ഒരു കടൽ കാണുന്നു, കടലിൻ്റെ സൗന്ദര്യം, കടലിൽ കാല് നനയ്ക്കാൻ പോകുന്നു, അത് കിട്ടുന്ന ആനന്ദം അനുഭവിക്കൂ. പക്ഷേ കടലിനെ സ്വന്തമാക്കരുത്. സ്വന്തമാക്കിയാൽ കടലിൻ്റെ അടുത്ത് നിന്ന് എത്ര വിളിച്ചാലും തിരിച്ചു പോകാൻ പറ്റില്ല. തിരിച്ചു വീട്ടിലെത്തിയാൽ കടൽ കാണണമെന്നും പറഞ്ഞ് കണ്ണ് നിറഞ്ഞു പോകും. പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊള്ളൂ, അതെന്ത് ചെയ്യരുത്, സ്വന്തമാക്കരുത്, ഉപയോഗിക്കൂ. അപ്പോൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്വന്തമാക്കരുതെന്ന് പറഞ്ഞാൽ എൻ്റേതാണെന്ന് കരുതുന്നതോടുകൂടി അത് കൊഴിഞ്ഞു വീഴുമ്പോൾ ദുഃഖിക്കും. അപ്പോൾ ഏതൊരു വസ്തുവും കൊഴിഞ്ഞു വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നു എങ്കിൽ നിങ്ങൾ അതിനെ സ്വന്തമാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് മക്കൾ മരിച്ചാലും ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഒക്കെ ദുഃഖം നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലേ? ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, രാമാനുജൻ എന്ന സന്യാസി അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ ഒരു എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പം അദ്ദേഹം ഒരു പ്രൊഫസറായിട്ടിരുന്ന ഒരാളായിരുന്നു ആദ്യം. അപ്പോൾ അത് വായിച്ചിട്ട് പ്രസംഗം തുടർന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താണ് കുറിപ്പ്? അത് എൻ്റെ മകൻ മരിച്ചുപോയി. അതിനകത്ത് വിഷമമില്ല. അതെന്തിനു വിഷമിക്കുന്നത്? ജനിക്കുന്നവരൊക്കെ എന്ത് ചെയ്തുകൊള്ളും, മരിച്ചു പോകും. കണ്ടോ, അദ്ദേഹം ആ ഭാര്യ ഭർത്തൃബന്ധം ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ അതിനെ സ്വന്തമാക്കിയില്ല. അല്ലാതെ ഉപയോഗിക്കുക എന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യനെടുക്കുന്ന ദുരർത്ഥത്തിൽ എടുക്കരുത്. അപ്പോൾ ബുദ്ധൻ പറയുന്നു, എൻ്റെ സന്തതി, എൻ്റെ സമ്പത്ത് എന്ന് ചിന്തിക്കുന്നവർ മൂഢന്മാരാണ്, അവർ ഉത്കണ്ഠകൾ വിലയ്ക്ക് വാങ്ങുന്നവരാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. രാത്രി നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു കയറ് കണ്ടിട്ട് അയ്യോ പാമ്പെന്നും പറഞ്ഞു ഓടും. പക്ഷേ അത് പാമ്പല്ല, അതുപോലെയാണ്, അത് കയറാണ്. അതുപോലെയാണ് നിങ്ങൾ ഇവിടെ ഭൂമിയിലെ ബന്ധങ്ങൾ കണ്ടിട്ട് എൻ്റേത് എൻ്റേത് എൻ്റേതെന്ന് പറയുന്നത്. ബുദ്ധൻ പറയുകയാണ്,
സന്തതികളും സമ്പത്തുകളും അയാൾക്ക് എങ്ങനെ സ്വന്തമാകും? അയാൾക്ക് അയാൾ പോലും സ്വന്തമല്ല. അല്ലേ? ബുദ്ധൻ, അതായത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ ശരീരം പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയാലല്ലേ സ്വന്തമാകൂ. നമ്മൾ നമുക്ക് പോലും സ്വന്തമല്ല. ശ്രദ്ധിച്ചു കേട്ടോളണം. ബുദ്ധൻ 12 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ബുദ്ധൻ തൻ്റെ പിതാവിനെ കണ്ടു. ലോക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കണ്ടുമുട്ടലായിരുന്നു അത്. ആ സമയത്ത് ബുദ്ധൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മകനെ, നിന്റെ അസ്ഥിയും നിന്റെ മാംസവും ഇതെല്ലാം ഞാൻ എൻ്റെ അസ്ഥിയും മാംസവും കൊണ്ടാണ് സൃഷ്ടിച്ചത്. എൻ്റെ രക്തമാണ് നിന്റെ സ്ഥിരകളിൽ ഓടുന്നത്. ഞാനാണ് മകനെ നിനക്ക് ജന്മം നൽകുന്നതെന്ന് പറയുമ്പോൾ ബുദ്ധൻ പറയുന്നു, എൻ്റെ ശരീരം താങ്കളുടെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ ഞാൻ ശരീരമെന്ന് പറയുന്നത് അല്ല. ഒരിക്കലും ഞാൻ ശരീരമല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഇത്രയേ ഉള്ളൂ പറയുന്നത്. നിങ്ങളൊരു കൂട് പണിഞ്ഞു, അതിനകത്തേക്ക് ഒരു തത്തമ്മയെ കൊണ്ടിട്ടു. ഈ കൂട് നിങ്ങളുടേതാണ്, തത്തമ്മ നിങ്ങളുടേതല്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കണത് തത്തമ്മ നിങ്ങളുടേതാണെന്നാണ്. ഈ കൂട് മാത്രം, ഇതാണ്ട് ഈ കൂട് മാത്രമാണ് എൻ്റെ മാതാപിതാക്കൾ തന്നത്. ഇതിനകത്തൊരു തത്തമ്മ ഇരിപ്പുണ്ട്, അത് മാതാപിതാക്കൾക്ക് തരാൻ പറ്റുന്നതല്ല. ബുദ്ധൻ പറയുന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പും ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ മരിച്ചു കഴിയുമ്പോഴും ഞാൻ എന്താകും? ഇവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആ പക്ഷിയാണ്, നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായില്ലേ? ഒരു കൂട്ടിനകത്ത് പക്ഷി ഇട്ടു. ഓരോ മാതാപിതാക്കളും ഈ കൂട് പണിയുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് ശരീരം. ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഈ ശരീരം മാത്രമാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കൾ തന്നത്. ഇതിനകത്തൊരു പക്ഷിയുണ്ട്. ആ പക്ഷിയെ മാതാപിതാക്കൾക്ക് തരാൻ പറ്റില്ല. അത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഈ പക്ഷി ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ബുദ്ധൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഭൂമിയിലേക്ക് വരിക, നിങ്ങൾ ഭൂമിയിലെ സന്തോഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ. അത് ബുദ്ധൻ പറഞ്ഞല്ലോ. യശോദ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലേ? താങ്കൾക്ക് കൊട്ടാരം വിട്ടുപോകാതെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ബോധോദയം പ്രാപിച്ചുകൂടായിരുന്നോ? ബുദ്ധൻ പറയും, നിശ്ചയമായും അന്നതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഇതെല്ലാമായി ഇരുന്നു കൊണ്ട് തന്നെ മോക്ഷം പ്രാപിക്കാൻ പറ്റും. എങ്ങനെ? ഉപയോഗിച്ചാൽ മതി, സ്വന്തമാക്കരുത്. സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അർത്ഥം. അവർക്കൊരു കുഴപ്പം വന്നാൽ ദുഃഖിക്കരുത്. അങ്ങനെ ദുഃഖിക്കുന്നവൻ മൂഢൻ. നിങ്ങൾ സാധാരണക്കാർ പറയും, അത് കൊള്ളാം, മക്കൾക്കൊരു കാര്യം വന്നാൽ ദുഃഖിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ജന്മം മുഴുവനും ദുഃഖിക്കും, ഇനി വരുന്ന ജന്മവും ദുഃഖിക്കും, ജന്മാന്തരവും ദുഃഖിക്കും. മകനൊരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ അതവൻ്റെ കഴിഞ്ഞ ജന്മത്തെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടുന്നതാണ്. അതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ എന്ന് കരുതുന്നവൻ മകനെ സ്വന്തമാക്കിയിട്ടില്ല, മകളെ സ്വന്തമാക്കിയിട്ടില്ല. നിങ്ങളുടെ മകളുടെ കല്യാണം നീണ്ടുപോകുന്നു. കഴിഞ്ഞ ജന്മത്ത് ആരുടെയൊക്കെയോ കല്യാണം മുടക്കിയിട്ടുണ്ട്, അത് അവളുടേതാണ്. പിന്നെ എനിക്ക് പ്രയത്നിക്കാം, അവൾക്കൊരു ചെറുക്കനെ ഒപ്പിച്ചു കൊടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അത് കിട്ടാത്തത് അവളുടെ മുജ്ജന്മത്തിലെ കർമ്മദോഷമാണ്. ഇനി അടുത്ത ജന്മത്ത് അവൾ വേറെ ആരെങ്കിലും മക്കളായിട്ട് ജനിക്കും എന്ന് കരുതുന്നവൻ ഇവരെ സ്വന്തമാക്കിയിട്ടില്ല, അവരെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രം. ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നു, അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നു, ആ പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നു. അപ്പം നിങ്ങൾ പൂവിനെ ഉപയോഗിക്കുന്നു. പക്ഷേ ആ പൂവ് കരിഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ ദുഃഖിച്ചാൽ നിങ്ങൾ അതിനെ സ്വന്തമാക്കി കഴിഞ്ഞു. ഇതാണ് ഉപയോഗിക്കുക, സ്വന്തമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നു തൊട്ടെങ്കിലും എൻ്റേത് എൻ്റേത് എന്ന ചിന്ത നിങ്ങൾ മാറുക. എൻ്റെ മകൻ, എൻ്റെ ധനം, എൻ്റെ രാജ്യം. അതുകൊണ്ടല്ലേ പണ്ടുള്ളവർ പറഞ്ഞത് വസുധൈവ കുടുംബകം. ഈ ലോകം മുഴുവൻ എൻ്റെ കുടുംബമാണ്. ദൈവം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു. ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ അമേരിക്കക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ ദൈവം ചിരിക്കുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഭഗവാൻ സൃഷ്ടിച്ച ഈ ലോകം, അതിന് കുറേ മതിലുകൾ കെട്ടിയിട്ട് മനുഷ്യൻ പറഞ്ഞ ഒരു പേരും കൊടുത്തിട്ട് ഇത് എൻ്റേതെന്ന് പറയുന്നു. അപ്പം എൻ്റെ രാജ്യം, എൻ്റെ മതം, മനസ്സിലായി? എൻ്റെ മകൻ, എൻ്റെ കുടുംബം, ഇത് മാറ്റുക. എന്നാൽ കല്യാണം കഴിച്ചോളൂ, മക്കളുമായിക്കൊള്ളൂ,
ജീവിച്ചോളൂ, അതിനെയാണ് ബുദ്ധൻ ഉപയോഗിക്കുക. പക്ഷെ അവർക്കൊരു നാശം വന്നാൽ ദുഃഖിക്കാതിരിക്കുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്നു, ഭയങ്കര സ്നേഹത്തിൽ നയിക്കുന്നു. ഭർത്താവ് ഭാര്യയെ ഭയങ്കരമായി സ്നേഹിച്ചോ, ഭാര്യ ഭർത്താവിനെയും സ്നേഹിച്ചോളൂ, മക്കളെയും സ്നേഹിച്ചോളൂ. ഇതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നു. പക്ഷേ അവർക്കൊരു നാശം വന്നാൽ, അവർക്കൊരു കുഴപ്പം വന്നാൽ അല്പം പോലും ദുഃഖിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ അവരെ സ്വന്തമാക്കിയിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കൂ, സ്വന്തമാക്കരുത്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ.